ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യാഴം, നാളെ വെള്ളി എന്നിങ്ങനെ 2 ദിവസങ്ങളിലായി മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. ഇന്ന് പ്രധാനമായിട്ടും തിയേറ്ററിലെത്തിയിരിക്കുന്നത് ആശാൻ എന്ന മലയാള സിനിമയാണ്. ജോൺ പോൾ ജോർജാണ് ഈ സിനിമ തിരക്കഥെഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. കൂടാതെ ചിത്രത്തിന്റെ നിർമ്മാണവും സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുള്ളതും ജോൺ പോൾ ജോർജ് തന്നെയാണ്. ചിത്രത്തിൽ ഇന്ദ്രൻസ്, ജോമോൻ ജോദറി, ശോഭി തിലകൻ, അബിൻ ബിനോ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. വിമൽ ജോസ് തച്ചിൽ ഛായാഗ്രഹണവും കിരൺ ദാസ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് റെഗുലർ ഷോയ്ക്ക് ശേഷവും വന്നിട്ടുള്ളത്. പോസിറ്റീവ് അഭിപ്രായം നേടുന്ന ഒരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റിനൊപ്പം മികച്ച ഒരു ക്ലാസിക്കൽ സിനിമ കൂടിയാണ് ആശാൻ. ഗപ്പി, അമ്പിളി എന്നീ സിനിമകൾക്ക് ശേഷം സംവിധായകനായ ജോൺ പോൾ ജോർജിന്റെ അതിഗംഭീരമായ മേക്കിങ്ങും അതോടൊപ്പം തന്നെ ഇന്ദ്രൻസ്, ജോമോൻ ജോദറി എന്നിങ്ങനെ ഒട്ടുമിക്ക അഭിനേതാക്കളും അവരുടെ കഥാപാത്രങ്ങളും ആശാൻ എന്ന സിനിമയ്ക്ക് ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന അനോമി എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. റിയാസ് മറാത്ത് സംവിധാനം ചെയ്യുന്ന ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ വിഷ്ണു അഗസ്ത്യ, ഷെബിൻ ബെൻസൺ, ബിനു പപ്പു എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകനായ റിയാസ് മറാത്ത് തന്നെയാണ്. സുജിത്ത് സാരംഗ് ഛായാഗ്രഹണവും കിരൺ ദാസ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഹർഷവർദ്ധൻ രാമേശ്വറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. സമീപകാലത്ത് കൊല്ലപ്പെട്ട കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ജയറാം, മകൻ കാളിദാസ് ജയറാം എന്നിവർ അഭിനയിക്കുന്ന ആശകൾ 1000 എന്ന സിനിമ നാളെ തിയേറ്ററെത്തുകയാണ്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ സിനിമ G പ്രജിത്താണ് തിരക്കഥെഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ആശ ശരത്ത്, ആനന്ദ് മൻമഥൻ, ഇഷാനി കൃഷ്ണ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഷാജീവ് കുമാർ ഛായാഗ്രഹണവും ഷഫീഖ് VB എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സനൽ ദേവാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. നാളെ ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന 3ാമത്തെ മലയാള സിനിമയാണ് ശുക്രൻ. ഉബൈനി തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ബിബിൻ ജോർജ്, ഷൈം ടോം ചാക്കോ, ചന്തുനാഥ്, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട്, അശോകൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ബെൽബിൻ കുരിശിങ്കൽ ഛായാഗ്രഹണവും സുനീഷ് സെബാസ്റ്റ്യൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സ്റ്റിൽജു അർജുനാണ്. കരുതൽ എന്ന മലയാള സിനിമ നാളെ ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററെത്തുകയാണ്. ജോമി ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രശാന്ത് മുരളി, കോട്ടയം രമേശ്, സുനിൽ സോദ, സിബി തോമസ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സൈനു ചാവക്കാടൻ സംവിധാനം ചെയ്യുന്ന രഘുറാം എന്ന സിനിമ നാളെ തിയേറ്ററെത്തുകയാണ്. ചിത്രത്തിൽ ആദേശ് ബാല, അതിശ്വ മോഹൻ, സമ്പത്ത് റാം, അരവിന്ദ് വിനോദ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. മോഹൻലാൽ, ശ്രീനിവാസൻ എന്നിവർ പ്രധാന താരങ്ങളെ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് 2005 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ഉദയനാണ് താരം. ഈ സിനിമ നാളെ ഫെബ്രുവരി 6 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററെത്തുകയാണ്. ഷാറൂഖ് ഖാൻ നായകനായി 2002 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ദേവദാസ് എന്ന സിനിമ നാളെ ഫെബ്രുവരി 6 വെള്ളിയാഴ്ച വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. സഞ്ജയ് ബാല ബൻസാരി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഐശ്വര്യ റായി, മാധുരി ദീക്ഷിത്, ജാക്കി ഷറഫ്, കിരൺ ഖേർ, സ്മിത ജയ്കർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ജസ്പാൽ സിംഗ് സന്ധു തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന വാദ് 2 എന്ന ബോളിവുഡ് സിനിമയും നാളെ തിയേറ്ററെത്തുന്നുണ്ട്. സഞ്ജയ് മിശ്ര, നീന ഗുപ്ത, കുമുദ് മിശ്ര എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഗില്ലി വെങ്കടേഷ് തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന കരിക്കാട എന്ന കന്നഡ സിനിമ നാളെ ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്നുണ്ട്. ഈ സിനിമയുടെ മലയാളം പതിപ്പ് ഉൾപ്പെടെയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. കൃതി വർമ്മ, യാഷ്രാജ് ശെട്ടി, കരി സുബ്ബു, കാട്ട ഗൌഡ, ഗോവിന്ദരാജ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. വിത്ത് ലവു എന്ന തമിഴ് സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. മഥൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയിൽ അഭിഷാന്ത് ജീവന്ത്, മലയാളി താരം അനശ്വരരാജൻ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകൻ മഥൻ തന്നെയാണ്. ശ്രേയസ് കൃഷ്ണ ഛായാഗ്രഹണവും സുരേഷ് കുമാർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഷോൺ റോൾഡറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് തിയേറ്ററിലെത്തിയ ആശാൻ വളരെ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം നാളെ ഫെബ്രുവരി 6 വെള്ളിയാഴ്ച 5 മലയാള സിനിമകളും 2 റീ റിലീസ് ഉൾപ്പെടെ അന്യഭാഷാ സിനിമകൾ ഉൾപ്പെടെ 10 എണ്ണമാണ് തിയേറ്ററിലെത്തുന്നത്. എന്തായാലും ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.